കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ 2025 ജൂൺ മാസം 1-ാം തീയതി മുതൽ ആരംഭിച്ച വിശുദ്ധ വേദപുസ്തക ശൃംഖല വായന ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് എന്ന പരമ്പര സഭാ ജനവിശ്വാസികളുടെ ആത്മാർത്ഥമായ സഹകരണത്തിൻ്റെ ഫലമായി ഒരു ദിവസം പോലും മുടക്കം കൂടാതെ 90 ദിവസം വായന തുടരുവാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരവും സഭയായി ദൈവത്തിന് മഹത്വം കരേറ്റുവാനും സാധിക്കുന്നു. ഓരോ പ്രഭാതത്തിൽ നമുക്ക് പരിചയമുള്ള സഭാജനങ്ങളുടെ ശബ്ദത്തിൽ കൂടെ വേദഭാഗം വായിച്ചു കേൾക്കുക എന്നത് ദൈവികാനുഗ്രഹം തന്നെ. ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് എന്ന പരമ്പരയുടെ ഭാഗമായി നടത്തിവന്ന ബൈബിൾ ക്വിസ് പ്രോഗ്രാം സഭാജനങ്ങളിൽ ആത്മീയമായി ഉണർവ് നൽകിയെന്നറിയുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. 2025 ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഞായറാഴ്ച പുറപ്പാട് പുസ്തകത്തെ ആധാരമാക്കി ബൈബിൾ ക്വിസ് നടത്തുന്നു എന്ന കാര്യം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ലേവ്യ പുസ്തകത്തിൻ്റെ വായന തുടങ്ങുന്നു. ലേവ്യ പുസ്തകം എന്ന വാക്ക് ബൈബിളിൽ പരാമർശിക്കുന്ന ലേവി എന്ന പുരോഹിത ഗോത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതായത് പഞ്ചഗ്രന്ഥങ്ങളിൽ 3-ാമത്തെ പുസ്തകമായ ലേവ്യ പുസ്തകത്തിൽ പുരോഹിതന്മാർക്കും ലേവ്യർക്കും വേണ്ടിയുള്ള യാഗങ്ങൾ, ആചാരപരമായ വിശുദ്ധി എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയിരിക്കുന്നതായി കാണുന്നു. ലേവ്യ പുസ്തകം എന്നർത്ഥമുള്ള ഗ്രീക്ക് പദമായ ലൂയിറ്റിക്കോൺ എന്ന പദത്തിൻ്റെ ലാറ്റിൻ വിവർത്തനത്തിൽ നിന്നാണ് ലെവിറ്റിക്കസ് എന്ന പദം വരുന്നത്. പുരോഹിതന്മാരും മതപരിചാരകരും വന്ന ഇസ്രായേലിയ ഗോത്രമായ ലേവിയെ ഇത് സൂചിപ്പിക്കുന്നു. എബ്രായ ഭാഷയിൽ ഈ പുസ്തകത്തെ വായ്ക്ര എന്ന് വിളിക്കുന്നു. വായ്ക്ര എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ വിളിച്ചു എന്നാണ്. BC 1445 1444 ഇടയിലുള്ള കാലഘട്ടത്തിൽ ലേവ്യ പുസ്തകം എഴുതപ്പെട്ടു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ 5 പുസ്തകങ്ങളും മോശയാൽ എഴുതപ്പെട്ടതാണെന്നുള്ള തെളിവുകളാൽ ലേവ്യ പുസ്തകവും എഴുതപ്പെട്ടത് മോശയാൽ തന്നെയാണെന്ന് മാനിക്കുന്നു. പുസ്തകത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ലേവി ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതന്മാരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. യാഗങ്ങൾ നടത്തുന്നതും സമാഗമന കൂടാരം പരിപാലിക്കുന്നതും ഉൾപ്പെടെ അവരുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഇത് വിവരിക്കുന്നു. ഇസ്രായേലിനുള്ള ഒരു ഭരണഘടനാ പുസ്തകമായി ലേവ്യ പുസ്തകത്തെ കാണുന്നു. ഭക്ഷണ നിയന്ത്രണങ്ങൾ മുതൽ സാമൂഹികവും ധാർമ്മികവുമായ പെരുമാറ്റം വരെയുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന ഇസ്രായേൽ ജീവിതത്തിനായുള്ള സമഗ്രമായ ഒരു നിയമ ചട്ടക്കൂട് ലേവ്യ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ നിയമങ്ങൾ ഇസ്രായേലിൻ്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുകയും ചുറ്റുമുള്ള സംസ്കാരങ്ങളിൽ നിന്ന് അവരെ വേർതിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ ലേവ്യ പുസ്തകത്തിലെ യാഗവ്യവസ്ഥയും മറ്റാചാരങ്ങളും പാപത്തിനായുള്ള ആത്യന്തികവും പൂർണ്ണവുമായ യാഗമായി കണക്കാക്കപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രതീകാത്മ മുൻഗാമികളായി കാണപ്പെടുന്നു. പുസ്തകത്തിൻ്റെ വിശദമായ നിയമങ്ങൾ പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന ഒരു വലിയ നിവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. വിശുദ്ധ വേദഭാഗങ്ങൾ വായിച്ചവരോടും വരും ദിവസങ്ങളിൽ വായിക്കുന്നവരോടും ശ്രോതാക്കളോടും ഉള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പിന് സ്തോത്രം കരേറ്റുന്നു. സീനിയർ സ്റ്റാർസിന് വേണ്ടി സെക്രട്ടറി ജെയിംസ് NS. ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദ പുസ്തക ഭാഗം ലേവ്യ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശെ വിളിച്ച് അവനോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് അർപ്പിക്കണം.
അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാകും. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവർ ഹോമയാഗമൃഗത്തെ തൊലിയുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. പുരോഹിതനായ അഹരോൻ്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറകടുക്കണം. പിന്നെ അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വയ്ക്കണം. അതിൻ്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ഹോമയാഗത്തിനുള്ള അവൻ്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിൻ്റെ വടക്കുവശത്ത് വെച്ച് അതിനെ അറുക്കണം. അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ അതിനെ തലയോടും മേധസ്സോടും കൂടെ ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. പുരോഹിതൻ അവയെ യാഗപീഠത്തിൻ്റെ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വയ്ക്കണം. കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. യഹോവയ്ക്ക് അവൻ്റെ വഴിപാട് പറവജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചു പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞുകളയണം. അതിൻ്റെ തീൻപണ്ടം മലത്തോടും കൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിൻ്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്തിടണം. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ ദഹിപ്പിക്കണം. അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ഇവിടെ വേദഭാഗം വായിച്ചു തീരുന്നു. Lay your heart
സന്ധ്യവാ